ഡ്രഗ്സ് അടിക്കാൻ? ഓ മൈ ഗോഡ്, ഡ്രഗ്സ്, ഓ മൈ ഗോഡ്. ആദ്യമായിട്ടുള്ള ഫസ്റ്റ് അല്ലേ നമ്മള് ഫസ്റ്റ് വൺ ഓഫ് ദ പ്രഗ്നൻസി. Hello everyone, well that was me. ഈ മുമ്പ് കണ്ട കുറച്ച് വീഡിയോസ്, that was me in my first trimester. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തിനെ പറ്റിയിട്ടായിരിക്കും എന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ. ബിഫോർ ദാറ്റ് എന്തെല്ലാണ് വിശേഷം? ഇവിടെ അടിപൊളി നല്ല കിടിലം വിശേഷങ്ങളാണ് കുറച്ച് മാസങ്ങളായിട്ട്. സോ റൈറ്റ് നൗ ഐ എം ഇൻ മൈ സെക്കൻഡ് ട്രൈമസ്റ്റർ. എൻ്റെ ഫസ്റ്റ് 3 months കഴിഞ്ഞു. ഐ എം ഓൾമോസ്റ്റ് 4 months ഗർഭു. സോ അതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാ ദിവസവും പല 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 ക്രേവിങ്സ് ആണ്. എന്ത് ചെയ്യാനാ, ഒന്നും ചെയ്യാനില്ല. ചില സമയത്ത് ഇവിടെ അതൊന്നും കിട്ടൂല, എനിക്ക് ക്രേവ് ചെയ്യുന്ന സാധനങ്ങളൊന്നും കിട്ടൂല. അങ്ങനത്തെ ഓരോരോ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ചില സമയങ്ങളിൽ. ഈ ഒരു ലാസ്റ്റ് 3 months എന്ന് പറയുന്നത്, അയ്യോ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു കെയോട്ടിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഫസ്റ്റ് 3 months ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, കഷ്ടപ്പാടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ വിചാരിച്ച ഒരു പ്രഗ്നൻസി ജേർണി ഇങ്ങനെയൊന്നും അല്ല എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. Because you know, we got to know we are pregnant. നമ്മൾ വെക്കേഷൻ ഇന്ത്യയിൽ പോയ സമയത്താണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ തൊട്ട് എനിക്ക് മോർണിംഗ് സിക്നെസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലക്കിലി ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ മോർണിംഗ് സിക്നെസ്സും ഈ നോഷ്യസ് ആയിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായത്. ഇപ്പം അത് ഭയങ്കര ഡ്രാസ്റ്റിക്കലി അത് കുറഞ്ഞു. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഞാൻ അങ്ങനെ ഫസ്റ്റ് ആ 3 months ഞാൻ 1 മാസം മൊത്തം നാട്ടിലായിരുന്നു. അപ്പം എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടില്ല. ഇവിടെ ഇപ്പം ഞാനും ആകാശേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്രേവിങ് വന്നാൽ മൂപ്പറാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കുക്ക് ചെയ്ത് തരില്ല. ഇപ്പം ആയിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് റീസ്റ്റാർട്ട് ചെയ്തത്. ഞാൻ സ്ഥിരമായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. എവറി ഡേ ഐ മേക്ക് സംതിങ് ഫോർ മൈസെൽഫ് ആൻഡ് ഫോർ മൈ ഹസ്ബൻഡ്. പ്രഗ്നൻ്റ് ആയതിൻ്റെ ആ ഒരു ഫസ്റ്റ് 3 months എനിക്ക് ഒന്നിൻ്റെയും മണം പറ്റുന്നുണ്ടായിട്ടില്ല. മൈ നോസ് വാസ് ലൈക്ക് സോ ഹൈപ്പർ സെൻസിറ്റീവ്. ഈ മുട്ടയെല്ലാം ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് എന്തോ പോലെ അത് കാണുമ്പം. ബട്ട് ദ തിങ് ഈസ് ഐ യൂസ് ടു ലവ് മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിൻ്റെ ആ ഒരു എന്താ പറയുക മണം, നത്തിങ് ഒന്നും ഇഷ്ടമല്ല. അതിനെക്കൊണ്ട് നമുക്ക് സംസാരിക്കണ്ട. അപ്പോൾ യുനോ എനിക്കിപ്പം മീറ്റ് അത്ര ഇഷ്ടമല്ലാണ്ടായി. പക്ഷേ ദ തിങ് ഈസ് എൻ്റെ പ്രോട്ടീൻ ഇൻടേക്കിന് അതൊക്കെ കഴിച്ചേ പറ്റൂ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈയിടെയായി. ഫസ്റ്റ് 3 months എനിക്ക് ചിക്കൻ പോലും കഴിക്കാൻ അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഈറ്റ് ചിക്കൻ. കാരണം ഇവിടെ കാനഡയിൽ ഏറ്റവും എന്താ പറയുക, നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന എല്ലാ ദിവസവും കഴിക്കുന്ന ചിക്കനാണ്. അപ്പം ബാക്കിയുള്ള മീറ്റ് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ബീഫ്, മട്ടൻ ഇതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇഷ്ടമല്ല. അങ്ങനത്തെ കുറേ ഫുഡ് എവേർഷൻസ് എനിക്ക് വന്നിട്ടുണ്ട്. വെരി പ്രോമിനൻറ്റ് ഫുഡ് എവേർഷൻസ്. ഞാനതൊരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമില്ലാണ്ടാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് 3 months എനിക്ക് അങ്ങനെ ക്രേവിങ്സ് ഒന്നും വേണ്ടായിരുന്നു. ഭയങ്കര ഫുഡ് എവേർഷൻ ആയിരുന്നു. ഒരു പണ്ടാരം വേണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പം ആയിട്ട് ആ ഒരു അപ്പറ്റൈറ്റ് തിരിച്ചു വരുന്നുണ്ട്. സോ ഐ വോണ്ട് ടു ഈറ്റ് മോർ തിങ്സ്. കൂടുതലും നാടൻ സാധനങ്ങളാണ് ക്രേവ് ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, ബേബിയും നാടൻ സാധനങ്ങളാണ് ക്രേവ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നും. കാരണം യെസ്റ്റർഡേ ആകാശ് പ്രദീപ് മെയ്ഡ് എഗ്സ് ആൻഡ് മഷ്റൂംസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അയ്യോ വാള് വെച്ചു, അപ്പം തന്നെ വാള് വെച്ചു. മേ ബി എനിക്ക് മുട്ട ഇപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കും, അറിയില്ല. ഞാൻ നാടൻ ഫുഡ് കഴിക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് പണ്ട് പാസ്ത ഭയങ്കര ഇഷ്ടമായിരുന്നു. ഐ യൂസ് ടു ഈറ്റ് പാസ്ത എ ലോട്ട്. ബട്ട് ദീസ് ഡേയ്സ് ഐ ഹേറ്റ് പാസ്ത. എങ്ങനെ വൈറ്റ് സോസ് പാസ്ത ആണെങ്കിലും റെഡ് സോസ് പാസ്ത ആണെങ്കിലും എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടും ഒരു രക്ഷയില്ല. വയറ്റിനും നാവിനും അങ്ങോട്ട് പിടിക്കുന്നില്ല, അതാണ് സത്യം. അപ്പം നാട്ടിൽ പോയവരാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ ഞാൻ പറഞ്ഞില്ലേ. സത്യം പറയാലോ, ഞാൻ ഉള്ളു തുറന്ന് പറയുകയാണെങ്കിൽ അത് അറിഞ്ഞപ്പോൾ തൊട്ട് ഐ റിയലി ഡിഡ്ന്റ് വോണ്ട് ടു കം ബാക്ക് ടു കാനഡ മാൻ. എനിക്ക് തിരിച്ച് വരണ്ടായിരുന്നു. കാരണം അന്നേരം എനിക്ക് ഫാമിലീൻ്റെ കൂടെ
ടൈം സ്പെൻഡ് ചെയ്യണം, അവരെ കൂടെ എല്ലാം ചെയ്യണം, അങ്ങനെയായിരുന്നു എൻ്റെ ആ ഒരു മൂഡ്. ബട്ട് യു നോ ഐ ഡോണ്ട് ഹാവ് ദറ്റ് ഓപ്ഷൻ. ഐ എം എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ്. ഇതെൻ്റെ ലാസ്റ്റ് ഫൈനൽ ഇയറാണ് എൻ്റെ ബാച്ചിലേഴ്സിൻ്റെ. ഇപ്പം കഴിയും, വേഗം ഈ ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റാർട്ടിങ് കൊല്ലം കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തീർക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഐ റിയലി ഡിഡ്ന്റ് ഹാവ് എൻ ഓപ്ഷൻ ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ. സോ അതെനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചിന്തിക്കുമ്പോഴും. ബിക്കോസ് ബീങ് എൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഐ ക്യാൻ ഓൺലി ടേക്ക് എ ബ്രേക്ക് ഫോർ 150 days. അതിപ്പം മെറ്റേണിറ്റി ആണെങ്കിലും എന്ത് പണ്ടാരാണെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയാലും അത്ര ബ്രേക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. അപ്പോൾ എനിക്ക് നാട്ടിൽ നിന്നായിരുന്നു എനിക്ക് എല്ലാവരും ഉണ്ട്, അപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു മിസ്സിങ് ആണ് ആ ഒരു ഫീലിങ്. എനിക്കത് ആലോചിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര വിഷമമാവും. എനിക്ക് ഇപ്പോൾ പോലും എന്നോട് നാട്ടിൽ തിരിച്ചു പോകാമെന്നു ഞാൻ പോകും. പക്ഷേ യുനോ സംടൈംസ് റിയാലിറ്റി ഈസ് ഡിഫറെൻറ്റ്. അപ്പം തിരിച്ച് വരണ്ടെന്ന് തന്നെ ഞാനും ആകാശേട്ടനും ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചതാണ്. ഒന്നിവിടെ തിരിച്ച് വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് നാട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോവാം, ഈ ഒരു പ്രഗ്നൻസി മൊത്തം നാട്ടിൽ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതാണ്. ബിക്കോസ് യു നോ ഇറ്റ് ഫീൽസ് വെരി ഡിഫറെൻറ്റ്. ഫാമിലീൻ്റെ കൂടെ ഉള്ളപ്പം ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പം എൻ്റെ ഫാമിലി നമ്മളുടെ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ബട്ട് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ അതുകൊണ്ട് നമ്മൾ കാനഡയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. ഐ തിങ്ക് ഇമിഗ്രൻസ് അല്ലെങ്കിൽ പ്രവാസി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്കാണ് അതെന്ന് തോന്നുന്നു. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അങ്ങ് പോകാനും പറ്റൂല, നമുക്കൊരു വേണ്ട ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തിപ്പെടാനും പറ്റൂല. അത് ഭയങ്കര ഒരു വലിയൊരു ഡ്രോബാക്കാണ്. ആ ഒരു 3 months കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഫോർ എവറി വിമൻ all these this entire pregnancy journey is going to be different, and I think that is incredibly beautiful. എനിക്ക് ഉള്ള സിംറ്റംസോ എനിക്കുള്ള ആ ഒരു ഫീലിങ്സോ കാര്യങ്ങളോ ആയിരിക്കില്ല ചില സമയം വേറെ ഒരാൾക്ക് ഉണ്ടാവുന്നത്. and that is like sometimes it feels like so strange, at the same time it feels like oh my god, that's like so nice. ഇപ്പം എൻ്റെ കസിൻ്റെ വൈഫും ഇപ്പം പ്രഗ്നൻ്റ് ആണ്. so sometimes we really emotionally പെട്ടെന്ന് ആ ഒരു കണക്ഷൻ കിട്ടും. ബിക്കോസ് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് is with another pregnant women nowadays. എൻ്റെ ജീവിതം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറും എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല. And I think pregnancy is beautiful. Every women might have a different opinion about this one. And ഇന്ന് നമ്മളുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ today I'm really craving to eat ചിക്കൻ കട്ട്ലറ്റ്. ഇതൊരു വെറുതെ ഒരു സാധാരണ ഒരു ആപ്പ ചിക്കൻ കട്ട്ലറ്റ് ഒന്നുമല്ല. ഇത് കണ്ണൂരുള്ള ബ്രൗണീസ് ബേക്കറിയിൽ എപ്പോഴും നാട്ടിൽ പോകുമ്പം ഞാൻ കഴിക്കുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റാണ്. അവിടുത്തെ ചിക്കൻ കട്ട്ലറ്റിൻ്റെ എനിക്കത് ഭയങ്കര ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതേപോലത്തെ ഒരു കട്ട്ലറ്റ് ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. സോ ഇറ്റ്സ് ദാറ്റ് അടിപൊളി ആ ഒരു കട്ട്ലറ്റ്. അപ്പോൾ അതിൻ്റെ ഞാൻ റിക്രിയേറ്റ് ചെയ്തൊരു വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തുണ്ടാക്കാം? കട്ട്ലറ്റ് ഉണ്ടാക്കാം. മൈ വേർഷൻ ഓഫ് ചിക്കൻ കട്ട്ലറ്റ്. ലെറ്റ്സ് ഡു ഇറ്റ്. ദിസ് ഈസ് മൈ വെരി ബ്യൂട്ടിഫുൾ സ്മോൾ അടുക്കള. ഇവിടെ നിന്നാണ് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറ്. ഐ തിങ്ക് അടുക്കളേൻ്റെ സൈസ് ഡസൻറ്റ് മാറ്റർ. നമ്മളുടെ ആ ഒരു സ്കില്ലാണ് മാറ്റർ ചെയ്യുന്നത്. ഞാൻ മുടി കെട്ടിക്കളയാം. ഭക്ഷണത്തിൽ മുടി വീഴുന്നത് സ്നേഹത്തിൻ്റെ ഒരു ലക്ഷണമാണെങ്കിലും നമുക്ക് മുടി കെട്ടിക്കളയാം, വെറുതെ എന്തിനാ. ചിക്കൻ ബ്രെസ്റ്റ് ഇവിടെ ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മാഷ് ചെയ്ത് എടുക്കണം. എനിക്കത് നല്ലോണം മാഷ് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പം അത് മാഷ് ചെയ്തെടുക്കാം. പിന്നെ പൊട്ടറ്റോവും അതേപോലെ തന്നെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കണക്കുകളെല്ലാം എങ്ങനെ ഇപ്പം കൃത്യമായി പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയൊരു പൊട്ടറ്റോ. പിന്നെ എന്താ പറയുക, ഒരു 3 ബിഗ് പീസ് ഓഫ് ചിക്കൻ ബ്രെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ ആ ഒരു കണക്ക്. സിമ്പിളാണ് കട്ട്ലറ്റ്, വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു കട്ട്ലറ്റാണ്. ആകാശേട്ടൻ വരുമ്പം ആകാശേട്ടന് ഇഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ആകാശേട്ടന് ഇഷ്ടമാണ്. ഇപ്പം ആയിട്ട് കുറേ ആൾക്കാർ എന്നോട് ഇപ്പമായിട്ടെന്നല്ല, കുറച്ച് മുന്നേ തന്നെ എവ്രി വൺ യൂസ് ടു ആസ്ക് മീ
എങ്ങനെ ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. ഇന്ന് ഞാൻ എനർജറ്റിക് ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. സോ ഐ തിങ്ക് എവറിത്തിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ വാട്ട് യു തിങ്ക് ആൻഡ് ഇറ്റ്സ് ഓൾ ഇൻ യുവർ മൈൻഡ്. ഇപ്പം എനിക്ക് തോന്നുന്ന വേറൊരു സാധനം പറഞ്ഞുതരാം. അതായത് ഐ എം 24 നൗ. അപ്പം ഈ ഒരു ഏജിൽ എനിക്ക് തോന്നുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു വേറെ തന്നെ എനർജി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ടീനേജ് സമയത്ത് എനിക്ക് ഇതിലും എനർജി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഐ തിങ്ക് ആസ് യു ഏജ് ആ ഒരു എനർജി ചില സമയം കുറഞ്ഞു വരുമായിരിക്കും, അല്ലെങ്കിൽ അഗൈൻ ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു തിങ്ക് അല്ലേ. അപ്പം ഈ ഒരു ഏജിൽ ഫോർ മീ ദിസ് ഈസ് ലൈക്ക് എ വെരി പേഴ്സണൽ തിങ് ദാറ്റ് ഐ എം ടെല്ലിങ് യു പീപ്പിൾ. ഈ ഒരു ഏജിൽ, ഈ ഒരു 24-ാമത്തെ വയസ്സിൽ പ്രഗ്നൻ്റ് ആയപ്പം ഐ ഫീൽ ലൈക്ക് സോ എനർജറ്റിക്. എൻ്റെ ഉള്ളിൽ കുറേ എനർജി ഉണ്ട്. ആൻഡ് അത് നല്ലൊരു ഫീലിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പം എല്ലാം ചെയ്യാനുള്ള എനർജി ഉണ്ട്. ഈവൻ ദോ ഫസ്റ്റ് 3 months ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും, ലൈക്ക് മെൻ്റലി എൻ്റെ ബോഡിയിലുള്ള ഒരു ഫിസിക്കൽ ചേഞ്ചസ് എല്ലാം ആണെങ്കിലും ഭയങ്കര ചേഞ്ച് ഉണ്ടായിരുന്നെങ്കിലും, ഇപ്പം ഐ ഫീൽ ലൈക്ക് വെരി മച്ച് ഗുഡ് ഇൻസൈഡ്. ദാറ്റ് ഈസ് ദ റൈറ്റ് വേർഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. ഫോർ സം, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ബയോളജിക്കലി ഈ ഒരു ഏജ് നല്ലൊരു ഏജ് ആണെങ്കിലും ചില ആൾക്കാർ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം ഇൻ ഓർഡർ ടു ടേക്ക് കെയർ ഓഫ് അനദർ ഹ്യൂമൻ ബീയിങ്, റൈറ്റ്? സോ ഐ തിങ്ക് ദിസ് ഈസ് ലൈക്ക് എ വെരി സബ്ജക്റ്റീവ് തിങ്. അത്രയേ ഉള്ളൂ. നെവർ ടേക്ക് എനിത്തിങ് സീരിയസ്ലി ഗൈസ്. എല്ലാം ഒരു ഫണ്ണായിട്ട് എടുക്കണം ജീവിതം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ നമ്മളുടെ മാഷ്ഡ് പൊട്ടേറ്റോസ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് ചിക്കനും ഇതേപോലെ നമുക്ക് മാഷ് ചെയ്ത് എടുക്കാം. ഓക്കെ, ഈ ചിക്കൻ വേവിച്ചെടുക്കുമ്പം ഞാൻ ടേമറിക് ഇട്ടില്ല, ജസ്റ്റ് ലൈക്ക് സം ഉപ്പ് ആൻഡ് കുരുമുളക്, ദാറ്റ്സ് ഇറ്റ്. അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് വേവിച്ചെടുത്തത്. ഈ ഒരു കട്ട്ലറ്റിലെ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പെപ്പറാണ്. സോ വി ആർ ഗോയിങ് ടു ഗ്രൈൻഡ് സം പെപ്പർകോൺസ്. ഇതെൻ്റെ വീട്ടിലുണ്ടായ കുരുമുളകാണ്. വീട്ടിലുണ്ടായ കുരുമുളക് ഉണക്കി അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ളപ്പം ഞാൻ അപ്പം തന്നെ കുറച്ച് പൊടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഭക്ഷണത്തിലിടും. അങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പം എപ്പോഴും this reminds me of home. It's so fresh. എൻ്റെ കുരുമുളകെല്ലാം തീരാനായി. ഇപ്രാവശ്യം പോയപ്പോൾ മര്യാദക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേനു. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൂഡൊന്നും ശരിയില്ലേനു. അതുകൊണ്ട് ഒരു വക സാധനങ്ങൾ, ഇങ്ങനെ പൊടികൾ, സ്പൈസസ് അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. സോ സാഡ്. അയ്യോ, ഇത് ഞാൻ എങ്ങനെ സഹിക്കും? ഉള്ളി മുറിക്കുന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരാറ് ഉള്ളി മുറിക്കുമ്പോഴാണ്. നമ്മൾ വൈറ്റ് ഓണിയനാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഹാഫ് ബിഗ് ഓണിയൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഉള്ളിയിട്ട് ഞാൻ ഈ ഒരു കട്ട്ലറ്റ് നശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഉള്ളി വെട്ടാം. ഇനി നമുക്ക് ഒരു പാത്രം വെക്കാം, അടുപ്പ് കത്തിക്കാം. ഇതെൻ്റെ ഫേവറേറ്റ് വൈറ്റ് കാസ്റ്റ് അയൺ പോട്ടാണ്. പണ്ട് എനിക്ക് വേറെ പല സാധനങ്ങളോടാണ് കമ്പം എങ്കിലും ഈയിടെയായി എനിക്കിങ്ങനെ പാത്രം, സ്പൂൺ, ചട്ടുകം ഇങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് കൂടുതൽ പ്രിയം. അഡൾട്ടിങ്, ആസ് എ പാർട്ട് ഓഫ് അഡൾട്ടിങ്. അല്ലേ, എണ്ണ. ആകാശേട്ടൻ വരുന്നുണ്ട്. ആകാശേട്ടൻ്റെ കീഴിൽ മണിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് കേൾക്കും. ഇപ്പം വരും. പേടിപ്പിച്ചാലോ? പേടിപ്പിക്കാം. എന്താ പേടിക്കാഞ്ഞേ? ചെവിയിൽ ഹെഡ്ഫോൺസ് വെച്ചോണ്ടല്ലേ ഞാൻ ബൂന്നാക്കിയപ്പോ പേടിക്കാഞ്ഞേ? അങ്ങനെ തന്നെ. അയ്യോ,
വേണ്ട, ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതാണ്. യെസ്, എണ്ണ ചൂടായി നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച് ഒനിയൻസ് ഇടുന്നു. എനിക്കിവിടെ ഓൺലി ഞാൻ കൂടുതലായിട്ടും വൈറ്റ് ഓണിയൻസ് ആണ് വാങ്ങല്, റെഡ് ഓണിയൻസ് അങ്ങനെ വാങ്ങലില്ല. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇടണം. ഇതിനകത്ത് നമ്മളിപ്പം പൊട്ടറ്റോ ഇട്ടു, ചിക്കൻ ഇടും. കുരുമുളക്, ക്രഷ്ഡ് കുരുമുളക് ഇടാം. ഉപ്പെല്ലാം നമ്മൾ നോക്കിയും കണ്ടുവിടണം. കുറച്ച് ഗരം മസാല, അത്രേ ഉള്ളൂ. ഒരു പൊടിക്കാണ് ഗരം മസാല ഇടുന്നത്. സോ ഇങ്ങനെയാണ് ഞാനെല്ലാം മിക്സ് ചെയ്ത് വന്നപ്പോൾ ഉള്ളത്. സോ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുരുമുളകാണ്. ആൻഡ് എന്താ പറയുക, ഇനി നമുക്കിതിനകത്ത് ആകെ മല്ലിച്ചപ്പ് കൂടി മാത്രമേ ഇടാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ കലാസ്. പിന്നെ നമ്മൾ സാധാരണ നമ്മൾ ആ മുട്ടേൻ്റെ ബാറ്ററിൽ ഇങ്ങനെ മുക്കി പൊരിക്കുക, അത് മാത്രമേ ഉള്ളൂ. സോ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഐ എം റിപ്പീറ്റിംഗ് ഈസ് കുരുമുളക് ആൻഡ് മല്ലിച്ചപ്പ്. അതിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഇങ്ങനെ പ്രോമിനൻ്റ് ആയിട്ട് എടുത്ത് നിൽക്കേണ്ടത്. ഏറ്റവും ഇഷ്ടം മല്ലിച്ചപ്പ് മുറിക്കാനാണ്. എന്തുകൊണ്ടാണെന്ന് അറിയോ ആകാശ് പ്രദീപ്? മല്ലിച്ചപ്പ് ഇസ് ജസ്റ്റ് ലൈക്ക് മാജിക്, ഇറ്റ് ഫിക്സസ് എവറിത്തിങ്. യെസ്, അധികം നീ കളിക്കണ്ട, നീ ചായ അടിച്ചാൽ മതി, എന്നെ അടിക്കണ്ട. എന്തെങ്കിലും എനിക്ക് മല്ലിച്ചപ്പ് എനിക്ക് വെള്ളം എന്താ, വെള്ളം ഉണ്ടാ? നമ്മള് മറ്റേ വെള്ളം ഫിൽട്ടർ വെള്ളം തീർന്നു പോയിടോ. ആകാശേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉഷാറാണ്. എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഇഷ്ടമില്ല. കുഞ്ഞു 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 കുഞ്ഞാന്ന്. ലൈക്ക് എന്താ കണ്ടല്ലേ ഏതോർത്തും ചെയ്യണം. സോറി, നോ കോപ്പിറൈറ്റ് ഇൻറ്റൻറ്റഡ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓ, ഈ മല്ലിച്ചപ്പിടുമ്പോ എന്ത് മണാടോ. മിക്സ് ചെയ്യണ്ടേ? ഒന്നും ചെയ്യോ? ഇനി നമുക്ക് ഇതെല്ലാം ബോൾ പോലെ ഉരുട്ടിയെടുക്കണം. ഓ, ഗസ്റ്റ് റോളിന് ഇനി നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി എടുക്കണം. സോ കുറച്ച് ചൂടാറാൻ വേണ്ടി കാത്തു നിന്നിട്ട് തണിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കുക. സോ ബ്രൗണീസ് ബേക്കറിയിലുള്ള കട്ട്ലറ്റ് എക്സാക്ട് റൗണ്ട് ഒന്നുമല്ല. അവർ ഒരു ഷേപ്പ് ഏകദേശം കുറച്ചെല്ലാം ഇങ്ങനെയാണ്. ഒരു ഓവൽ പോലത്തെ ഷേപ്പിലാണ് ഓരോ കട്ട്ലറ്റ് ഉണ്ടാവല്. അപ്പം അതേപോലെയാണ് ഞാനും ഉണ്ടാക്കല്. ജസ്റ്റ് ഫോർ വിഷ്വൽ എന്താ പറയുക, റിസംബ്ലൻസ്. നമ്മൾ എല്ലാ കട്ട്ലറ്റും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഇതാ 3 പ്ലേറ്റ് ഉണ്ട്. 4 മുട്ട പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 പുറത്തെടുത്തിട്ടുള്ളൂ. ഈ മുട്ട കാണുമ്പോഴേ എനിക്കിപ്പോൾ ഒരു താല്പര്യക്കുറവാണ്. പക്ഷേ ബ്രെഡ് ക്രംസ് ഇടുന്നുണ്ട്. ഇതെടുക്കുന്നു, മുട്ടയിൽ ഇങ്ങനെ മുക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ മാറ്റുന്നു. ഇത് മാത്രമാണ് എന്താ പറയുക, ഇപ്പോൾ കുറേ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് കുറച്ചൊരു ടൈം കൺസ്യൂമിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറച്ചധികം കട്ട്ലറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി 2 ദിവസത്തേക്ക് ഇത് സ്നാക്സ് ആയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് എണ്ണയിലിട്ട് പൊരിക്കാം. ഞാൻ ആദ്യം എയർ ഫ്രയറിൽ ഇട്ടിട്ട് പൊരിച്ചാലോ എന്നാണ് വിചാരിച്ചത്. പിന്നെ എയർ ഫ്രയറിൽ എന്താ പറയുക, പൊരിക്കുമ്പോൾ നമ്മൾ ആ ഒരു എണ്ണേൻ്റെ ആ ഒരു സ്പ്രേ അടിക്കണ്ടേ, ആ സ്പ്രേ ഇവിടെ ഇല്ല. പിന്നെ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ. കട്ട്ലറ്റ് തിരിച്ചു മറിച്ചു വിടുക, അങ്ങനെ വല്ലാണ്ട് കരിയാണ്ട് നിൽക്കാൻ ശ്രമിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ. സിമ്പിളാണ്. നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചു. ഇന്ന് ഞാൻ ഒരു കുർത്തിയാണ് വെയർ ചെയ്യുന്നത്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഐ എം വെയറിങ് മൈ പജാമ പാൻസ് ബിക്കോസ് വേറൊന്നും ഫിറ്റ് ആവുന്നില്ല ഈയിടെയായി. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കുന്തവും ഫിറ്റ് ആവുന്നില്ല. അപ്പം എനിക്ക് ഈ കട്ട്ലറ്റ് തിന്നാനുള്ള ഏറ്റവും ഇഷ്ടമുള്ളൊരു രീതി എന്ന് വെച്ചാൽ
ബ്രെഡ് എടുക്കാം, എന്നിട്ട് ഒരു കട്ട്ലറ്റ് വെക്കാം, എന്നിട്ട് സോസ് എടുക്കുക, എന്നിട്ട് അതിലൊഴിക്കുക. ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഈ ഒറ്റ കൈ കൊണ്ടെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇഷ്ടം കട്ട്ലറ്റ് ഇങ്ങനെ തിന്നാനാണ്. നമുക്ക് തിന്നാം. ഞാൻ പറഞ്ഞില്ലേ, ഏത് നേരവും ഞാനിപ്പം തിന്നുന്ന മാത്രമേ വിചാരിക്കുന്നുള്ളൂ. ഇപ്പം തിന്നുമ്പോൾ നല്ല സുഖമുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് മേ ബി പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇങ്ങനെ ഇഷ്ടമുള്ള സാധനം ഇങ്ങനെ ക്രേവ് ചെയ്ത് അത് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ, അത് ദാറ്റ് ഈസ് വാട്ട് ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. കട്ട്ലറ്റ് കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനി നാളെ ഞാൻ വേറൊരു ക്രേവിങ് ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. യൂഷ്വലി ഞാൻ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈയിടെയായി ഭയങ്കര ക്ഷീണമാണ്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ. അതിനുശേഷം എനിക്കിപ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ഇനിയിപ്പം എന്താ രാത്രി ഇനി ഡിന്നറിന് ഇതിപ്പോൾ 9 മണിയായി. 9 മണിയായിട്ടും ഇവിടെ ഭയങ്കര വെളിച്ചമാണ്. രാത്രി വിശന്നാൽ ഒരു ഗ്ലാസ് പാല് കുടിക്കും, അത്ര മതി ഇന്ന്. കാരണം കട്ട്ലറ്റ് തന്നെ കുറച്ച് ഹെവി ആയിരുന്നു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറച്ചൊക്കെ ആ ഒരു ഫസ്റ്റ് 3 months വിശേഷങ്ങളും എന്തൊക്കെയോ നമ്മൾ സംസാരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ എവറിബഡി. ടാറ്റ പറ, അങ്ങോട്ട് വാ. ചാട്, വേഗ ചാട്. ഇല്ല ഇല്ല കിട്ടിയ അമ്മ അമ്പടാ അവിടിച്ചോ. റെക്കോർഡിങ് അല്ലാന്ന് പോരി. എന്തിനാ അമ്മ? എന്തിനാ ചെന പിടിച്ചു ചേട്ടാ?